പാട്ടും പാടി വിജയിക്കുമെന്ന് UDF ഉറപ്പിച്ച മണ്ഡലമാണ് ആലത്തൂർ. കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി LDF മണ്ഡലം തിരിച്ചുപിടിച്ചപ്പോൾ എവിടെയാണ് വോട്ട് ചോർന്നത് എന്ന് പരിശോധിക്കുകയാണ് UDF ക്യാമ്പ്. NDA സ്ഥാനാർത്ഥി മുൻ തവണത്തേക്കാൾ 1,00,000 വോട്ടുകൾ അധികം പിടിച്ചതും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളുമാണ് UDFന്റെ പരാജയം ഉറപ്പിച്ചത്. 2019 മികച്ച ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലം അട്ടിമറിയിലൂടെ സ്വന്തമാക്കിയത്. അതേ ആത്മവിശ്വാസത്തോടെ 2024 മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്ന മാറ്റം സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയായി. പ്രശ്നം പരിഹരിക്കാൻ സ്ഥാനാർത്ഥിയോ പാർട്ടിയോ ശ്രമിക്കാതിരുന്നത് മുന്നണിയെ തോൽവിയിൽ കൊണ്ടെത്തിച്ചു. കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥി എത്തിയതോടെ LDF കേന്ദ്രങ്ങൾ ഇരട്ടി ഊർജ്ജത്തിൽ പ്രവർത്തിച്ചതും UDFന്റെ തോൽവിക്ക് വേഗം കൂട്ടി. ചിറ്റൂരിലും വടക്കാഞ്ചേരിയിലും മാത്രമാണ് രമ്യ ഹരിദാസിന് നേരിയ ഭൂരിപക്ഷമെങ്കിലും നേടാനായത്. LDFന്റെ കനത്ത കോട്ടകളിൽ വലിയ ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല എങ്കിലും രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ ഉറപ്പിച്ചിരുന്നു. ഇതിനു പുറമെ NDA സ്ഥാനാർത്ഥി മുൻ തവണത്തേക്കാൾ 1,00,000-ലധികം വോട്ടുകൾ നേടിയതും തിരിച്ചടിയായത് UDFനാണ്. മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രമ്യയുടെ തോൽവി വ്യക്തമാക്കി. മണ്ഡലത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് UDFനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകും. ആലപ്പുഴയിൽ നിന്ന് LDFന്റെ ഏക സീറ്റ് ആലത്തൂരിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിന് നഷ്ടമായത് 2019 ആവർത്തനമാണ്. 24 കൊച്ചി.